ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഇത് ജസ്റ്റ് ഞാൻ എൻ്റെ റൂമിൽ നിന്നുള്ളൊരു വ്യൂ എടുത്തതാണ്. നല്ലൊരു മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കാൻ, ഇങ്ങനെ പെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പം എടുത്തൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ദൂരെ ആ മലേൻ്റെ അവിടെ ആയിട്ട് ഇങ്ങനെ മഴ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നത് കാണാം. അപ്പോൾ അവിടെ ഇങ്ങനെ ഓൾറെഡി പെയ്തു തുടങ്ങി. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഫോഗ് പോലെ അവിടെ മൊത്തം ഉണ്ട്. അപ്പോൾ അതിങ്ങനെ പെയ്തുകൊണ്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ആ മുന്നിൽ മൊത്തം കാണാൻ പറ്റുന്നത് ഒരു കണ്ടത്തിൽ ഫുള്ള് വെള്ളമായിട്ടുള്ളതാണ്. അവിടെയാണെങ്കിൽ കുറേ ആമ്പൽ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഓണമൊക്കെ ആകുമ്പോൾ ഒരുപാട് ആമ്പൽ പൂക്കും. പിന്നെ ഇത് നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെയുള്ളൊരു പേരയ്ക്കാണ്. ഇതിൽ തിന്നാനൊന്നും പറ്റില്ല, ഫുള്ള് പുഴുവായിട്ടും വവ്വാലെല്ലായിട്ടും എല്ലാം തിന്ന് തീർക്കും. മഴ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നല്ല കാറ്റോട് കൂടിയിട്ടുള്ളൊരു മഴയാണെന്നാണ് തോന്നുന്നത്. അതന്നെ, നല്ല കാറ്റുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കാറ്റിലോട്ടൊരു മഴ പെയ്യാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല രസമുണ്ട്. ആ വെള്ളത്തിൽ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന കാണാനായിട്ടെല്ലാം നല്ല ഭംഗിയാണ്. ഇപ്പം ഇങ്ങനെ കാറ്റെല്ലാം ആസ്വദിച്ച് ഇങ്ങനെ റൂമിൽ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല കാറ്റുണ്ട്. നല്ല രീതിയിൽ ഇപ്പം മഴ സ്റ്റാർട്ടായിട്ടുണ്ട്. അത്യാവശ്യം നല്ല ശക്തിയുള്ള മഴ തന്നെയാണ് പെയ്യുന്നത്. എത്ര നേരം പെയ്യുന്നറിയില്ല ഇവിടെ. പിന്നെ എപ്പോൾ മഴ തന്നെയാണ്. ആകെ കുറച്ച് സമയമേ ഇതുണ്ടാവും. ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. കുറച്ചുകൂടി അടുത്തായിട്ട് നമുക്ക് ബാൽക്കണിയിൽ നിന്ന് ആ പുറം കണ്ട വെള്ളമെല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇതിപ്പം ജസ്റ്റ് ഞാൻ ബാൽക്കണിയിൽ ഇറങ്ങിയതാണ്. നല്ല മഴയാണ്. അപ്പോൾ നല്ലോണം മഴ പെയ്യുമ്പോൾ ഇങ്ങോട്ടേക്ക് നല്ലോണം വെള്ളം കയറി ഫുൾ ചാടിയെല്ലാം കുറച്ച് നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മഴയെല്ലാം കണ്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കാം. പക്ഷേ ഇവിടെ അങ്ങനെ അധിക സമയം മഴ നല്ലോണം ഉള്ള സമയത്ത് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. വെള്ളം ഇങ്ങനെ മേല് ചാറ്റലായിട്ട് അടിച്ചു കൊടുക്കും. ഇതന്നെ നല്ല ശക്തിയിൽ പെയ്യുന്ന മഴ. ഇതാണ് ആ ഒരു വ്യൂ. അങ്ങ് ദൂരെയെല്ലാം കാണുന്നില്ല, മലയിലെല്ലാം ഫുൾ മഴ പെയ്തപ്പോൾ ഫുൾ കോടയായിട്ടുണ്ട്. അപ്പം മഴയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് ഇങ്ങനെ കോലായിലിരിക്കുകയാണ്. മഴയെല്ലാം കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ ചെറിയ സൺസെറ്റ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. നല്ല രസമാണ്. ഓരോ ദിവസത്തെ ആകാശവും വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും എല്ലാ ദിവസവും ഉണ്ടാകുക. ചില ദിവസം ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ജസ്റ്റ് വീടിൻ്റെ മുറ്റം, അതൊക്കെയാണ് ഇങ്ങനെ കാണുന്നത്. ജസ്റ്റ് ചായ കുടിക്കാൻ ഞാൻ ഇരുന്നപ്പോൾ വീഡിയോ എടുത്തതാണ്. ദൂരെ നിങ്ങൾക്ക് അതാണ് ഞാൻ പറഞ്ഞില്ലേ, കോടയുണ്ട്. ആ മലയിൽ ഇങ്ങനെ ഫുൾ കോട നിറഞ്ഞിട്ടാണ് കാണുന്നത്. അത് കാണാൻ നല്ല രസമാണ്. പക്ഷെ അത്രത്തോളം വിസിബിൾ ആണോ എന്നറിയില്ല. പിന്നെ ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒരു ഈവനിങ് വാക്കിന് അങ്ങ് ഇറങ്ങിയതാണ്. അപ്പം ഇതിവിടെ കണ്ടത്തിൽ ആമ്പലിൻ്റെ മുട്ടൊക്കെ കാണാം. രാവിലെ മാത്രം ഇതിങ്ങനെ വളരും, വൈകുന്നേരമാകുമ്പോൾ ഇങ്ങനെ മുട്ടെല്ലാം ക്ലോസ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഇത് നല്ല രസമാണ്. നല്ല റോസ് കളറിൽ ആമ്പൽപ്പൂവാണ്. ഒരു ദിവസം അത് വിടർന്നു കഴിഞ്ഞാൽ ഞാൻ അത് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ ആ ഒരു സൂര്യൻ്റെ വെളിച്ചെല്ലാം കുറേ ഡിമ്മായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഒരു റിഫ്ലക്ഷൻ ഇങ്ങനെ വെള്ളത്തിൽ കാണുന്നത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ അതെല്ലാം കണ്ട് ഇങ്ങനെ ജസ്റ്റ് നടക്കുകയാണ്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഒരുപാട് പക്ഷികൾ, വെറൈറ്റി ഓഫ് പക്ഷികൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഈവനിങ് കുറേ എണ്ണം അതിൻ്റെ കൂട്ടിലേക്ക് പോകാനല്ല ഇങ്ങനെ പറക്കുന്ന സൗണ്ടുകൾ, അതിൻ്റെ ശബ്ദമെല്ലാം കേട്ടിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെയും കുറേ മരങ്ങളും ഫുള്ളിങ്ങനെ വെള്ളമെല്ലാം ആയതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാൻ. ആ ഒരു സൈഡുണ്ടോ, ഓരോ സൈഡിലെ സ്കൈയും ഡിഫറെൻ്റ് ആണ്. ഇതൊരു ആ ഒരു കണ്ടത്തിൻ്റെ കുറച്ചൊരു ലോങ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. കണ്ടോ, കുറേ കുളക്കോഴിയാണോ എന്ന് തോന്നുന്നു. അതെല്ലാം ഇങ്ങനെ വെള്ളത്തിലോട്ട് പോയി കളിക്കും. പിന്നെ ഞാൻ കുറച്ചുകൂടി ഇങ്ങനെ മുന്നോട്ടേക്ക് റോഡിൻ്റെ സൈഡിലേക്ക് അങ്ങോട്ടേക്ക് കുറച്ച് മെയിൻ റോഡിൻ്റെ അങ്ങോട്ടേക്ക് നടക്കുന്നതിനും. അപ്പോൾ അവിടെ ഇങ്ങനെ മരത്തിൻ്റെ മുകളിലെല്ലാം മഴ പെയ്തിട്ടുള്ള വെള്ളം ഇങ്ങനെ ഉറ്റി തീർന്നിട്ടില്ല, അതെല്ലാം ഇങ്ങനെ ഉറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് ആ റോഡ് മേലെത്തി. ഈ റോഡിൻ്റെ സൈഡ് നല്ല രസമാണ് കാണാൻ. കുറേ മരമെല്ലാം ഉണ്ട്. ഇപ്പോൾ നല്ല ഷെയ്ഡ് ഏരിയ ആണ്. ഇനി ഈ ഒരു വ്യൂ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വ്യൂ ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പച്ച പുല്ല് ഇങ്ങനെ കാണാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ കാണുന്ന നിങ്ങൾക്ക് കുറേ വെള്ളമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളം, ഫുള്ളായിട്ട് വെള്ളമല്ല, പിന്നെ ഫുൾ ചളിയല്ലേനും. അതിൽ കൊണ്ട് കാലെല്ലാം കുത്തി ചെരുപ്പിൽ എല്ലാം ചളിയായി.
എന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ആ പച്ചേൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് കുറച്ച് വെള്ളം കാണുമ്പോൾ നല്ല രസമാണ്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. പിന്നെ അവിടെ ആണെങ്കിൽ അങ്ങ് സൈഡിൽ കാണാം നിങ്ങൾക്ക് കോടയുണ്ടാവും, കുഞ്ഞു കുഞ്ഞു മലകൾ, കോട, ഇതെല്ലാം ഭയങ്കര നല്ല റിലാക്സിങ് ആണ്. ആ ഒരു ജസ്റ്റ് ഒരു വാക്കിന് പോയാൽ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് മൈൻഡ് റിഫ്രഷ്ഡ് ആവും. ജസ്റ്റ് ഞാൻ നിങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുകയാണ്. ആൻഡ് ഇതൊരു ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ പറയാനൊന്നും അറിയില്ല. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് നമ്മൾ നേരത്തെ കണ്ട ആകാശമല്ല ഇപ്പോൾ ഉള്ളത്, കുറച്ചുകൂടി ലൈറ്റ് ആയതുകൊണ്ട് ആ ഒരു ആകാശത്തിൻ്റെ കളറിലങ്ങ് മാറി കുറച്ചുകൂടി ഇരുടായി തുടങ്ങി. പക്ഷേങ്കിൽ ആ വ്യൂ നല്ലൊരു ഭംഗിയുള്ള വ്യൂ ആണ്. ഓരോ സമയം കഴിയുമ്പോൾ ഓരോരോ വ്യൂ ആണ് ഇതിലൊക്കെ കിട്ടുന്നത്. പിന്നെ ഞാൻ അധികം ഇരുടാക്കാൻ തുടങ്ങിയില്ല. ഇത് ഞാനിങ്ങെത്തി, ഏകദേശം നല്ല ഡാർക്കായിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ ബാൽക്കണിയിൽ നിന്ന് ഞാൻ എടുത്ത വീഡിയോ ആണ്. പക്ഷെ എന്നാലും ആകാശം ഇപ്പോൾ നല്ല ഭംഗിയുള്ളതായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നുണ്ട്. എനിക്കാണാം നിങ്ങൾക്ക് ഈ രാത്രി ഈ സമയം സന്ധ്യ ആകുമ്പോൾ കുറേ പക്ഷികളും വവ്വാലെല്ലാം അതിൻ്റെ വീട്ടിലേക്ക് മീൻസ് കൂട്ടിലേക്ക് ഇങ്ങനെ പോകും. അത് നല്ലൊരു കാഴ്ചയാണ്, ഇങ്ങനെ കുറേ പോവും. അപ്പം ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പോൾ ഈവനിങ് ടൈമിൽ ജസ്റ്റ് എടുത്തൊരു വ്ളോഗാണ്. ആൻഡ് ഇതെൻ്റെ ഒരു ഫസ്റ്റ് വ്ളോഗായതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും പിന്നെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ട്. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഒരു ജസ്റ്റ് ഒരു വ്ളോഗ് എന്നതിലുപരി ഇടയ്ക്ക് കാണാനൊക്കെ ആയിട്ടൊരു മെമ്മറി ക്രിയേറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് എടുത്തതാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക.